നമസ്കാരം. മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് 74-ാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നൊന്ന് വ്യത്യസ്തം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്ററിൽ വലിയ രീതിയിൽ ഹിറ്റായി മാറുന്നുണ്ട്. ഭ്രമയുഗം, റോഷക്, കാതൽ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മമ്മൂട്ടിയിലെ നടനെ വീണ്ടും ഊതിക്കാച്ചിയെടുക്കുന്നതാണ്. അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റമദാൻ കാലം കൂടി ആയതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത്. ട്വിറ്ററിലും മറ്റുമായ ചില പോസ്റ്റുകൾ, അതായത് ചില ട്വീറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചാരണം ശക്തമായത്. നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തത്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്ന് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകുന്നുണ്ട്. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുമുള്ള പ്രചാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് പ്രചാരണം വന്നത്. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥ വരെ വന്നു. ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണ് എന്നാണ് ഡയഗ്നോസ് ചെയ്തത്. എന്നാൽ ഇതത്ര ഗൗരവമുള്ളതല്ല എന്നും നിസ്സാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. മമ്മൂട്ടിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം. റമദാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും. റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിനെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി നായകനായ മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അതേസമയം മറ്റു താരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ അധികം താമസിയാതെ മമ്മൂട്ടിയും ഈ സിനിമാ ചിത്രീകരണത്തിൽ സജീവമായ രംഗത്ത് വരും. മമ്മൂട്ടിയുടെ ആരാധകർ അടക്കം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഉടൻ സിനിമയിൽ സജീവമാകുമെന്നും പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതേസമയം അടുത്തായി മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്റ്റൈലിഷായി എത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയ്ക്ക് വേണ്ടിയാണ് ആരാധകർ മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായ കഥാപാത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വിദേശ രാജ്യങ്ങളിലടക്കം മമ്മൂട്ടി പോയിരുന്നു. ഡിനോ ഡെനീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മാർച്ച് 26-ന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കും. മാർച്ച് 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന. ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഇപ്പോൾ. എന്തായാലും മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കുടലിൽ ക്യാൻസർ എന്നടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ആരാധകർ ഒന്നടക്കം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.